അടിപൊളിയായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൽഗോണ കോഫി ഉണ്ടാക്കുന്നതാണ്. അതെന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറയാം. ഇന്ത്യയിൽ നിന്ന് പോയ പഴയൊരു കോഫിയാണ് ഫെന്തി ഹുയ് കോഫി. അതിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ഡാൽഗോണ കോഫി ആയിട്ടാണ്. ജങ് ഇൽവു എന്ന് പറയുന്ന ദക്ഷിണ കൊറിയൻ നടൻ മക്കാവിലെ ഒരു ഭക്ഷണശാല സന്ദർശിക്കുകയും അവിടുന്ന് ഡാൽഗോണ കോഫി കുടിച്ചതിൻ്റെ ഫലമായാണ് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വൈറൽ നില വന്നത്. ടിക്ടോക്ക്, ഫേസ്ബുക്ക് എന്നിവയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ഡാൽഗോണ കോഫി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡാൽഗോണ കോഫി ഉണ്ടാക്കി കുടിച്ചാലോ? ഫ്രണ്ട്സ്, ആദ്യമായി ഇതിന് വേണ്ടത് മിൽക്ക്, പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, വറുത്ത കാപ്പിക്കുരു പൊടിച്ചതാണിത്. ഇതിന് വില കൂടുതലാണ് സാധാ കോഫി പൗഡറിനെ അപേക്ഷിച്ച്. ഇത് 50 ഗ്രാമിൻ്റെതിന് ബ്രൂയുടെ 104 രൂപയാണ്. നെസ്കഫയുടെ 25 ഗ്രാമിൻ്റെതിന് 75 രൂപ വിലയുണ്ട്. ഓക്കെ, പിന്നെ ചൂടുവെള്ളം, പഞ്ചസാര, ഇത്രയുമാണ് വേണ്ടത്. ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരേ അനുപാതത്തിൽ ഇതിലിടണം. അപ്പോൾ ഞാൻ കോഫി പൗഡർ 2 സ്പൂൺ ഇടുകയാണ്. അതിനുശേഷം പഞ്ചസാര അതേ അനുപാതത്തിൽ തന്നെ 2 സ്പൂൺ ഇടുക. ചൂടുവെള്ളം അതും അതേ സെയിം അനുപാതത്തിൽ 2 സ്പൂൺ ഇടുക. ഫ്രണ്ട്സ്, അതിനുശേഷം നമുക്ക് ഇതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും. ഇത് പതഞ്ഞ് ക്രീം രൂപത്തിലാകണം. അതാണ് ഇത്തിരി ഒരു പണിയുള്ളത്. ഇതൊരു 10-20-25 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ക്രീം രൂപത്തിലാവും. അതായത് ബ്ലെൻഡർ ആണെങ്കിൽ മിക്സിയിലിട്ടാൽ കറക്റ്റായിട്ട് ശരിയാവില്ല. ബ്ലെൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റ് ക്രീം രൂപത്തിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഒരു 20-25 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയാൽ മതി. ഫ്രണ്ട്സ്, 10 മിനിറ്റ് ആയി ഞാനിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, 10 മിനിറ്റ് കുറച്ച് ക്രീമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ. ഇനി ഇളക്കിക്കൊണ്ടിരിക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു 15 മിനിറ്റായി ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട്. കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. ഇതൊരു 20-25 മിനിറ്റോളം ഇളക്കിയാലേ ഉള്ളൂ നമുക്ക് കറക്റ്റ് രൂപത്തിൽ കിട്ടുകയുള്ളൂ. ഫ്രണ്ട്സ്, കണ്ടോ, 25 മിനിറ്റായി. നല്ല തിക്കായിട്ടുണ്ട്. കണ്ടോ, സ്പൂണേന്ന് വിട്ടു വന്നില്ല. കണ്ടോ, ഫ്രണ്ട്സ്, ഇത് ഞാൻ ചൂട് പാലാണ് എടുത്തേക്കണത്. ഇത് തണുപ്പിലും ഉണ്ടാക്കാം, ചൂടിലും ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ചൂടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചൂട് പാലാണ് എടുത്തേക്കണത്. ഇതിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. എനിക്ക് കുറച്ച് മധുരം വേണം, അതുകൊണ്ടാണ് ഞാൻ അത്രയും മധുരം ഇട്ടത്. മധുരം ഇട്ട് എടുക്കുക ഈ പാല്. ഫ്രണ്ട്സ്, നമുക്ക് ഈ പാല് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നിറച്ചൊഴിക്കരുത്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം ഒഴിക്കാൻ. ഫ്രണ്ട്സ്, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഈ ഡാൽഗോണ ക്രീം ഫില്ല് ചെയ്യാം. ഇങ്ങനെയൊന്നും വിട്ടു വന്നില്ല. വെള്ളത്തിൽ ഇതിൽ താന്നു പോകുകയൊന്നുമില്ല. ഇതിങ്ങനെ പൊങ്ങിക്കിടക്കും. ഇത് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്.
ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഡാൽഗോണ കോഫി കുടിച്ച് നോക്കാം. ഇതെങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഇത് സ്പൂണിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഈ ക്രീമൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവും. ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊള്ളാം. ഓക്കെ, സൂപ്പർ, അടിപൊളി. അപ്പം നിങ്ങൾ ക്യാമറ എടുക്കുന്ന ആരാന്ന് ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ക്യാമറമാന് കൊടുക്കുക. എൻ്റെ അനിയനാണ് കേട്ടാ, ശ്യാമു. നന്നായിട്ട് ഇളക്കുക, എന്നിട്ട് കുടിക്കുക. പതുക്കെ ഇളക്കുക, നല്ലോണം മിക്സാണ്, അല്ലെങ്കിൽ കയ്പ് വരുന്നത്. കുടിച്ചിട്ട് അഭിപ്രായം പറയാം. മേലത് ശരിക്കാണ് കേട്ടോ, ഇതേപോലെ മിക്സാണ്, എന്നാലേ ഉള്ള അതിൻ്റെ ടേസ്റ്റ് വരും. ശരിക്കും കോഫി മിക്സാണ്. ക്രീം മിക്സ് അടിപൊളിയായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡാൽഗോണ കോഫി വളരെ അടിപൊളിയായിരുന്നു. ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഡാൽഗോണ കോഫി ക്രീമിൻ്റെ അളവ്, മിൽക്കിൽ ആഡ് ചെയ്യുന്ന ക്രീമിൻ്റെ അളവിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ സ്വാദ്. ക്രീമിൻ്റെ അളവ് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ തല്ലിപ്പൊട്ടിക്കുക. ഇതിലും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.